അപ്പം നമ്മളെ റിയാസ് ഭായ്, നമ്മൾ ഇന്നത്തെ ഒരു ഡിസ്കഷൻ കുറച്ചുകൂടി ഒരു 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 സ്പിരിച്വൽ റിലീജിയസ് ആയിട്ടുള്ള ഡിസ്കഷൻസാണ്. മലയാളികൾക്കായിരിക്കും ഒരുപക്ഷെ ഇത് കൂടുതലും ഹെൽപ്ഫുൾ ആകുക. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആസ്ട്രോളജിസ്റ്റുമാർ, വാസ്തു വിദഗ്ധരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മലയാളി എവിടെയുള്ളപ്പോഴും അതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റുകൾക്ക്. ഇത് വിശ്വസിക്കുന്ന ആൾക്കാർ വിശ്വസിക്കട്ടെ. വിശ്വാസം ഓരോരുത്തരുടെയും എന്താ പറയുക, അവരുടെ ഓരോ വിശ്വാസവും അവരുടെ വിശ്വാസവും ആകട്ടെ. തീർച്ചയായിട്ടും. അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു ആസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരാൾ ഒരു ഫേസ് ടു ഫേസ് കാണണം എന്നൊക്കെ വിശ്വസിക്കുന്ന ചിലപ്പോൾ ആൾക്കാരുണ്ടാകാം. ഓൺലൈനിൽ കൺസൾട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ആസ്ട്രോളജി തീരുമാനിക്കണം, ഞാൻ ദുബായിൽ പോയിട്ടൊരു ആസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ബിസിനസ് ചെയ്യാം. അപ്പോൾ ദുബായിൽ എന്തിനും ലൈസൻസിൻ്റെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഒരു ആസ്ട്രോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു വാസ്തു വിദഗ്ധനൊക്കെ അവിടെ ഒരു ബിസിനസ് അല്ലെങ്കിൽ അവരുടെ സർവീസുകൾ സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ലൈസൻസ് ഉണ്ടോ അവിടെ? നിലവിൽ ഈ ആസ്ട്രോളജിയിൽ നമ്മുടെ നാട്ടിൽ എന്നുള്ള ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടായതുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവിടെ ഉണ്ട്. ഉണ്ട്. അതിങ്ങനെ ഇൻഡിവിജ്വലി വന്ന് എല്ലാവരും ചെയ്യുന്നു. ഇപ്പം ഒരു വെയർ ഹൗസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അഗ്നികോൺ അല്ലെങ്കിൽ കന്നിമൂല എന്താണ് അല്ലെങ്കിൽ വെള്ളം അങ്ങനെ പൊസിഷൻസ് ഒക്കെ നോക്കാനൊക്കെ ആയിട്ട് ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനൊരു ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിലവിലിപ്പില്ല. ഇല്ല. ആസ്ട്രോളജിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ടില്ല. നാട്ടിൽ നിന്ന് ഒരുപാട് പേര് വന്നിട്ട് ഹോട്ടൽ റൂമുകളൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആളുകളെ അറിയുകയും ചെയ്യാം. പലരും ഇന്ന ആളെത്തിയിട്ടുണ്ട്, പേരുകൾ പറയുന്നില്ല, അപ്പോൾ ഇന്ന ആളെത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെ ഒന്ന് പോയി കാണാം. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വലിയ ഫേമസ് ആയിട്ടുള്ള ആളുകൾക്ക് വന്നിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഇതിനെയൊന്നും ദുബായ് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മതസ്ഥരോടും അടുത്ത് നിൽക്കുകയും എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഭയങ്കര അറസ്റ്റ് ചെയ്യുകയോ പിടിക്കുകയോ അല്ലെങ്കിൽ ഇത് ഇല്ലീഗൽ ഓപ്പറേഷൻ അങ്ങനെയൊന്നും ഇല്ല, യുഎയിൽ കണ്ടിട്ടില്ല ഇതുവരെ. പക്ഷേ ഈ നാട്ടിൽ നിന്ന് ഇവിടുന്ന് ഈ ഉറുക്ക് മന്ത്ര അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അഴിക്കൽ പറയുന്ന മുസ്ലിംസൊക്കെ അങ്ങനത്തെ എയർപോർട്ടിൽ കൊടുത്താൽ അതെടുത്ത് കളയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് പാടില്ല അല്ലെങ്കിൽ ഇല്ലീഗലാന്ന് പറയുന്നുണ്ട്. യുഎയിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അത് രണ്ട് തരത്തിലുണ്ട്. ഇപ്പോൾ ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന ആളുകളെ ഉദ്ദേശിച്ചിട്ടായിരിക്കാം അവരത് പറയുന്നത്. ആസ്ട്രോളജി ഒരു ബ്ലാക്ക് മാജിക് അല്ലല്ലോ. നമ്മൾ ഒരു വലിയ തരത്തിൽ വിശ്വസിക്കപ്പെടുന്ന, ഇപ്പോൾ ഈവൻ ഈ കേരളത്തിലെ കണ്ടിട്ടുള്ള എല്ലാ കമ്മ്യൂണിറ്റി വിട്ടൊരു വീട് വെക്കാൻ നേരത്ത് വാസ്തു നോക്കുന്ന നമ്മളങ്ങനെ പിന്നെ യോജിച്ചു പോകുന്ന ഒരു രീതിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വാസ്തുവിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് ലൈസൻസ് ആക്ടിവിറ്റി വരണം എന്നാണ്. ഇപ്പോൾ അതൊക്കെ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ, ഞാനൊരു എക്കണോമിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് 100% ഞാൻ മെയിൽ അയക്കും. ഇങ്ങനൊരു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് അനുവദിച്ചു കൊടുക്കുന്നത് നല്ലതാണെന്നുള്ളത്. ഞാൻ പല വീഡിയോകളിലും പറയുന്ന പോലെ ടോളറൻസിന് വേണ്ടിയിട്ടുള്ള മിനിസ്റ്റർ വരെയുള്ള യുഎയിൽ നമുക്കത് പ്രാക്ടീസ് അനുവദിച്ച് തരുന്നു. ഇപ്പോൾ ഇല്ല. പക്ഷേ ജമോളജിക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ജമോളജിസ്റ്റായിട്ടൊക്കെ ജമോളജി കാണിക്കാനൊക്കെ അങ്ങനെയൊക്കെ അതുണ്ട്. നല്ല സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് വലിയൊരു പൊട്ടൻഷ്യൽ അവിടെ ബിസിനസ്സിനുണ്ട്. പക്ഷേ ഈ ജമോളജി എന്ന് പറയുമ്പോൾ അത് കല്ലുകളെ കുറിച്ചുള്ള ശാസ്ത്രമാണ്, സയൻസ് ആയിട്ടുള്ള പഠിപ്പിക്കുന്നത്. അപ്പൊ അത് ഇന്ന പിന്നെ രാശിക്കാർക്ക് അല്ലെങ്കിൽ ഇന്ന നക്ഷത്രക്കാർക്ക് ഇന്ന കല്ല് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കുമ്പോൾ അത് ലീഗലി എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് എനിക്ക് ചെക്ക് ചെയ്യേണ്ടത്. ജമോളജിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ ഡയമണ്ട് കട്ടിംഗ് പോളിഷ് അതിന്റെ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്, അതും ജമോളജിയുടെ ഭാഗമാണ്. അതുപോലെ ഇപ്പോൾ IGI പോലുള്ള GI ഒക്കെ ദുബായിൽ സെന്റേഴ്സ് ഉണ്ട്. ഡയമണ്ടിന്റെ ഒക്കെ ഗ്രേഡ് അല്ലെങ്കിൽ പ്രഷ്യസ് സ്റ്റോൺസിന്റെ ഗ്രേഡിങ് കൊടുക്കുന്ന, അതുപോലെ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതും ജമോളജിയുടെ ഭാഗമാണ്. അപ്പോൾ ജമോളജി ഇതുപോലെ ഒരുപാട് വലിയ തരത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പോൾ ആസ്ട്രോളജി പ്രാക്ടീസറായിട്ട് ഒരു ആക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും എല്ലാം ഒരുപോലെ ചെയ്യാവുന്നതാണ്. ഇപ്പം ഇനി ഇത് കേൾക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ദുബായിൽ വളരെ വലിയ രീതിയിൽ തന്നെ ആസ്ട്രോളജിയായി ബന്ധപ്പെട്ട ആളുകൾ വരുന്നു, അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് വന്നിട്ട് അത് ഗസ്റ്റായിട്ട് വന്നിട്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ജുവല്ലറി ബേസ് ചെയ്തിട്ടൊക്കെ ഈ കല്ലുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് വ്യക്തികളെ എനിക്കറിയാം. ആസ് എ ബിസിനസ് സെറ്റപ്പ് കൺസൾട്ടൻറ്റ് ഞാൻ എൻ്റെ ക്ലയൻസിനോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് വാസ്തു നോക്കണമെങ്കിൽ അല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒരാളുടെ നമ്പർ തരാം എന്ന് പറയാറുണ്ട് വെയർ ഹൗസ് എടുക്കുന്ന സമയത്ത്. അപ്പോൾ കാരണം
പ്രത്യേകിച്ച് പല മതവിഭാഗത്തിലുള്ള ആളുകളൊക്കെ ഓരോരുത്തർക്ക് വിശ്വാസമാണല്ലോ. അതെ അതെ അതെ. ഈവൺ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പൂജ ചെയ്യുന്ന ആളുകൾ ദുബായിലുണ്ട്, പൂജ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പൂജയിൽ ഒരു ക്ലയന്റ് എന്നോട് പൂജാ സാമഗ്രികൾ വാങ്ങിച്ചു കൊണ്ടാൻ പറ്റും. കാരണം അമ്പലത്തിന്റെ മുന്നിൽ പൂജ സാമഗ്രികൾ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടുന്ന് പൂജന്റെ സാധനങ്ങൾ അവര് ഫ്ലൈറ്റ് ഇറങ്ങാൻ നേരത്തെ ഡിലേ വരും, ബുദ്ധിമുട്ടില്ലെങ്കിൽ റിയാസിന് അത് വാങ്ങിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് അവർ എത്തുമ്പോഴേക്കും ഉദ്ഘാടനത്തിന് നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ സർവീസ്, നമ്മുടെ ബിസിനസ് സെറ്റപ്പ് എന്ന് പറയുമ്പോൾ. അപ്പം അതാണ് ദുബായിയുടെ ഒരു കാര്യം. ഇപ്പൊ നിലവിൽ ഇപ്പൊ അതൊക്കെ ചോദിച്ച ഇതിന് ആക്ടിവിറ്റി ഇല്ല. അതായത് നിലവിൽ ഇപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിരിക്കുന്ന ഒരു ആസ്ട്രോളജി ദുബായിൽ സെറ്റിൽ ചെയ്യാന്ന് പറയുമ്പോൾ ലീഗലി അത് പറ്റില്ല. അതെ, ലീഗലി ഇപ്പൊ ഫോർ എക്സാമ്പിൾ നാളെ ഒരു ആസ്ട്രോളജിസ്റ്റ് വന്നിട്ട് എൻ്റെ ഒരു ജാതകം നോക്കുക, അല്ലെങ്കിൽ എൻ്റെ മോളുടെ കല്യാണത്തിന് ഹിന്ദു സഹോദരങ്ങൾ അങ്ങനെയാണല്ലോ, നോക്കുമെന്ന് പറഞ്ഞ് ചോദിച്ചാലൊന്നും അവർക്ക് പിടിക്കും. സഹോദരങ്ങൾ മാത്രമൊന്നുമല്ല, ജാതകം നോക്കുന്നുണ്ട്, വാസ്തു നോക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ നമ്മുടെ വിശ്വാസം. അതെ, ഞാൻ കുമ്പളങ്ങി നൈറ്റ്സ് എന്നൊരു സിനിമ ഉണ്ട്. അപ്പൊ അതിനകത്ത് കിച്ചണിൽ പോയിട്ട് ഫഹദ് ഫാസിലിന്റെ ഒരു രംഗത്ത് ഈ അതിന് മുമ്പായിട്ടുള്ള രംഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ജ്യേഷ്ഠത്തി അനിയത്തിയും അവർ ഹിന്ദു സഹോദരങ്ങളാണ്. അപ്പോ മറ്റൊരു മതത്തിൽ നിന്ന് കല്യാണം കഴിക്കുക. നമുക്കറിയാൻ ഓർമ്മയില്ലേ, യേശു നമുക്കറിയാൻ പാടില്ല. അത് കേരളത്തിൽ നമ്മൾ ജനിച്ചു വളർന്നോണ്ടായിരിക്കാം, നമുക്ക് എല്ലാരും അറിയാം. ഓണം ആഘോഷിക്കുന്നു, വിഷു ആഘോഷിക്കുന്നു, നമ്മളെല്ലാരും ആഘോഷിക്കും, എല്ലാവരും നമുക്കറിയാം. ഇതിന്റെ അകത്ത് നമ്മുടെ ഒരു ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവരിതിൻ്റെ അകത്ത് ഇനി നാളെ ആസ്ട്രോളജിസ്റ്റുമാർ പോകാതിരിക്കണ്ട, ഒക്കോ അല്ലേ? അവർക്ക് എന്തെങ്കിലും കച്ചവടം ഒഫീഷ്യലി എനിക്ക് ക്ഷണിക്കാൻ പറ്റില്ലെങ്കിലും കൂടിയിട്ട് ഞാൻ പറയുന്നു, അവിടെ വന്നിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നു. വലിയ ബുദ്ധിമുട്ട് ലീഗലി ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ബോർഡ് വെച്ച് ഒരു ആസ്ട്രോളജി സെന്റർ പോലെ ചെയ്യാനുള്ള പ്രൊഫഷൻ നമുക്ക് എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി അനുവദിച്ച് കിട്ടി ചെയ്യാൻ പറ്റട്ടെ. അല്ല, നിങ്ങളൊരെണ്ണം കൊടുക്കുക. കാര്യം വെച്ചാൽ കുറെ നമ്മുടെ ആസ്ട്രോളജിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പോയി രക്ഷപ്പെട്ടു. ഡീറ്റെയിൽഡ് മെയിൽ അയച്ചു കഴിഞ്ഞാൽ അത് ഫെഡറൽ ഗവൺമെന്റിലേക്കാണ് അയക്കുക. അവർ അപ്രൂവ് ചെയ്യുമ്പോൾ എല്ലാ എമിറേറ്റിലും അത് വരും. ഞാനത് ചിലപ്പോൾ അവർ കണ്ടു കാണില്ല ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ? അപ്പൊ എന്തായാലും സന്തോഷം. ഇതെന്തായാലും ഒരു വിശ്വാസത്തെ എതിർക്കുന്നതോ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, ഞങ്ങൾ ന്യൂട്രൽ ഇങ്ങനത്തെ ഒരു സംശയം ഡിസ്കസ് ചെയ്തപ്പോൾ സംശയിച്ചു എന്ന് മാത്രം. അപ്പൊ എല്ലാം വേണമല്ലോ അല്ലെ, ഒരു ബാലൻസ്ഡ് ആയിട്ട് പോകണമല്ലോ. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. താങ്ക് യു.